2025 മെയിൻ അഡ്വാൻസ്ഡ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് മെയിനെക്കുറിച്ചും അഡ്വാൻസിനെക്കുറിച്ചും കൂടുതൽ അറിയാനും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഓൾ ഇന്ത്യ റാങ്കുകൾ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ സംശയങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ഒരു സംശയങ്ങളെല്ലാം മാറ്റുന്നതിനായി ഏറ്റവും കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ മെയിൻ അഡ്വാൻസ് പ്രോഗ്രാമുകളുടെ കോർഡിനേറ്റർ ബിനിൽ സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ബിനിൽ സാർ, സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. ആദ്യം തന്നെ അഡ്മിഷൻ തുടങ്ങാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ അഡ്മിഷൻ്റെ ട്രെൻഡ്? അഡ്മിഷൻ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ മെയ് 15 ആയെന്നേ ഇപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ എണ്ണത്തിൻ്റെ അഡ്മിഷൻ്റെ ഇരട്ടി കഴിഞ്ഞു. സാർ, ശരിക്കും എന്താണ് ഈ അഡ്മിഷൻ പോലും ഇത്ര 2 ഇരട്ടിക്ക് മുകളിലേക്ക് പോകാനുള്ളൊരു ശരിയായ കാരണം എന്താണ്? റിസൾട്ട് മാത്രമല്ല. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഇരട്ടിക്ക് മുകളിലായി. ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികളും പേരൻസും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് കൂടുന്നതനുസരിച്ച് ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കൂടണമല്ലോ. സാർ, ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഈ വർഷത്തെ 2024 മെയിൻ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? റിസൾട്ട് അതിഗംഭീരം തന്നെ. തുടക്കം തന്നെ ഞാൻ പറയല്ലോ, നമുക്ക് പതിവ് തെറ്റിയില്ല. കേരളത്തിലെ 1ാം സ്ഥാനം തന്നെ ഫസ്റ്റ് വിട്ടുകൊടുത്തിട്ടില്ല. നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് കൊണ്ടുവരികയാണ്. ഹാഫിസ് റഹ്മാൻ നമുക്ക് അഭിമാനം കാത്തുകൊണ്ട് 1ാം സ്ഥാനം മേടിച്ചിരിക്കുകയാണ്. അതുപോലെ അതിനേക്കാളും സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എണ്ണമാണ്. അപ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് എണ്ണം പറയുമ്പോൾ 99% മുകളിൽ കഴിഞ്ഞ വർഷം 125 പേരാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് 350 എത്തിക്കാൻ അത്രയും ഇൻക്രീസ് ഉണ്ടായി. അപ്പോൾ അത് ഉറപ്പായിട്ടും അഡ്മിഷനെ ബാധിച്ചിട്ടുണ്ട്. സാർ, അപ്പം ഇത്രയും ഡീറ്റെയിൽസ്, അതായത് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അഡ്മിഷൻ, ഭയങ്കര എൻക്വയറീസ് തന്നെയാണ്. സാർ, അപ്പം ശരിക്കും ഒരു വിദ്യാർത്ഥിക്ക് മെയിൻ വേണം, അഡ്വാൻസ്ഡ് വേണം, അതല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിൽ അഡ്മിഷൻ നേടണം. സാർ, എന്തൊക്കെ കോച്ചിങ് ഫെസിലിറ്റീസാണ്, ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ബ്രില്യൻ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്? ബ്രില്യൻ്റിൽ നമ്മൾ നീറ്റ് /JEE എന്നാണ് കോമൺ ആയിട്ടൊരു പേര് പറയുന്നത്. ഓക്കെ. അപ്പം നീറ്റ് എന്ന് പറയുമ്പം മെഡിക്കൽ രീതിയിലങ്ങ് പോകുന്നു. JEE എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലേക്കുള്ള കോച്ചിങ്ങിന് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ JEE പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് JEE അഡ്വാൻസ്ഡ്, മെയിൻ രണ്ട്. ഓക്കെ. ഈ രണ്ടാണ് നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ JEE മെയിൻ ബാച്ചുകളുമുണ്ട്, JEE അഡ്വാൻസ് ബാച്ചുകളുമുണ്ട്. പക്ഷേ ഇതിനെ പ്രത്യേകം വെച്ചാൽ ഇപ്പം ചോദിക്കും JEE മെയിൻ ബാച്ചുകളിൽ അഡ്വാൻസ്ഡ് കോച്ചിങ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ബ്രില്യൻ്റിൽ അഡ്മിഷൻ എടുക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളാണല്ലോ, ബ്രില്യൻ്റിൽ അർഹരായ കുട്ടികളാണല്ലോ ജോയിൻ ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും എല്ലാ കോച്ചിങ്ങിലും എല്ലാ കോഴ്സുകളിലേക്കുള്ള പ്രോഗ്രാമുകളിലേക്കുള്ള കോച്ചിങ് കിട്ടുന്നുണ്ട്. അത് ആദ്യം കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ആവശ്യം അനുസരിച്ച്, അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. അതായത് ഒരു പക്ഷേ മെയിൻ അടിസ്ഥാനവും ബേസും ഒക്കെ വന്നതിന് ശേഷം അഡ്വാൻസ് ലെവലിലേക്ക് ആണല്ലോ. അപ്പം നമ്മുടെ അഡ്വാൻസിൻ്റെ ഒരു ബേസ് പരീക്ഷയാണല്ലോ മെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ജൂൺ മാസം നമ്മൾ 12 ക്ലാസ് തുടങ്ങിയാണ്. ആ ക്ലാസ് തുടങ്ങി നമ്മൾ മുന്നോട്ട് പോകുന്നു, ക്ലാസ് പഠിപ്പിച്ച് പോകുന്നു. അപ്പം മെയിൻ ക്ലാസ്സുകൾ പോകുന്നുണ്ട്, അഡ്വാൻസ് ക്ലാസ് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ജനുവരിയിൽ നടക്കാൻ പോകുന്ന ആദ്യ സെഷൻ പരീക്ഷയാണ്. ആ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്ന എല്ലാവർക്കും അഡ്വാൻസ്ഡ് കോച്ചിങ് കൊടുക്കണമല്ലോ. അപ്പോൾ മെയിൻ ബാച്ചുകളിൽ മിടുക്കരായ കുട്ടികൾ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് ബേസ് നല്ല +2 നല്ല മാർക്കുള്ള കുട്ടികളാണല്ലോ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ CBSE റിസൾട്ട് പോകുന്നത്, എല്ലാത്തിൻ്റെ റിസൾട്ട് പോകുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ എല്ലാ കുട്ടികളും അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് എല്ലാവർക്കും മനസ്സിൽ IIT അഡ്വാൻസ്ഡ് ആണ് ആഗ്രഹം. അപ്പം കുറച്ച് ബേസ് കുറവുള്ള ആൾക്കാർക്ക് നമ്മൾ അവരെയും കൂടെ ഉയർത്തിക്കൊണ്ട് വരണമല്ലോ. ഏറ്റവും കൂടുതൽ സംശയം വരുന്നത്, ഇപ്പം +2 കഴിഞ്ഞ വിദ്യാർത്ഥി, അവരെല്ലാം ബോർഡ് എക്സാമിന് വേണ്ടിയാണ് പഠിച്ചത്. ഒരുപക്ഷെ എൻട്രൻസ് എക്സാമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അവർക്ക് അത്ര ക്ലിയർ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ഒരു വിദ്യാർത്ഥി ബേസ് ഇല്ല, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥി ബ്രില്യൻ്റിലേക്ക് വരുമ്പം ആ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മൾ നൽകുന്നത്? അപ്പോൾ നമ്മൾ അവർക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ബേസ് NCERT ലെവലിലുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ കൊടുത്ത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവരെ ആ ലെവൽ, അവരുടെ ആ ഒരു ബേസിക് തിയറി, ബേസിക്കായ കാര്യങ്ങളിൽ നോളജ് അവർക്ക് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അപ്പം ബേസിക് നോളജ് ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് അടുത്ത ലെവലിൽ ക്ലാസ് പോകുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും വേർതിരിക്കത്തില്ല. അഡ്വാൻസ്ഡ് ആണെങ്കിലും മെയിനാണെങ്കിലും നമ്മൾ വേർതിരിവില്ല. എല്ലാ കുട്ടികൾക്കും അഡ്വാൻസ്ഡിൻ്റെയും മെയിൻ്റെയും മാത്രമല്ല ഇനി ഉണ്ട് പരീക്ഷകൾ. അപ്പം JEE 2 പരീക്ഷകളെ പറഞ്ഞുള്ളൂ. അല്ലാതെ തന്നെ നമുക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശന പരീക്ഷ കീമിൻ്റെ കോച്ചിങ് ഇതിനകത്ത് ഇൻക്ലൂഡറാണ്. കുസാറ്റിൻ്റെ കോച്ചിങ് ഉണ്ട്, ബിറ്റ്സാറ്റിൻ്റെ കോച്ചിങ് ഉണ്ട്, VIT, അമൃത, ഒത്തിരി പരീക്ഷകളുണ്ട്. അതുകൂടാതെ UCയുടെ എക്സാമാണ് ഡിസൈനിങ് ബന്ധപ്പെട്ട്. അപ്പോൾ UCയുടെ കിട്ടും. അപ്പോൾ നമ്മൾ
അത് കുട്ടികളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് എന്താണ് അവർക്ക് ആവശ്യമുള്ളത്, ഏത് കോഴ്സിലേക്കാണോ അവർ താല്പര്യമുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ചോദിച്ചാൽ എങ്ങനെ അറിയാം, അതാണ് നമ്മൾ അതിന് ഒരു കോച്ചിങ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് അറിയത്തില്ല എവിടെയാണ് ചേരേണ്ടത്, അവൻ്റെ അഭിരുചി എന്താണ്. അപ്പോൾ നമ്മൾ അതിനെ കരിയർ ഗൈഡൻസ് കൂടി ഉണ്ട്, അതിൻ്റെ പാർട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് തുടങ്ങി 1-2 മാസത്തിനുള്ളിൽ അവൻ തീരുമാനം എടുക്കും എന്താണ് എൻ്റെ വഴി എന്നുള്ളത്, ഏതാണ് എൻ്റെ വഴി എന്നുള്ളത്. പക്ഷേ പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുള്ളൂ യുസിഡിനൊക്കെ ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് ആയവർ പ്ലസ് ടു കഴിഞ്ഞ് ഇവിടെ വരുന്നത് വരെ യുസിഡിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അത് ഇവിടെ വന്ന് ഇപ്പം നമ്മുടെ ഫ്ലെക്സ് കാണുമ്പോഴാണ് കഴിഞ്ഞ കൊല്ലത്തെ കുട്ടിക്ക് ഇത്ര റാങ്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ യൂസിഡിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് യൂസീഡ്, അത് യൂസീഡ് എന്താണ് ഫുൾ ഫോം പോലും പലർക്കും അറിയത്തില്ല. ഇവിടെ വന്നപ്പോഴാണ് അപ്പോൾ അവന് താല്പര്യമുള്ള കേസാണ്, എനിക്ക് പടം വരയ്ക്കാൻ അറിയാം, സ്കില്ലുണ്ട്, ആ രീതിയിലുള്ള കാര്യങ്ങൾ അവൻ അറിയാം. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ നമ്മൾ അവനെ ഫോക്കസ് ചെയ്ത് യെസ് നിനക്കിത് പറ്റും, നിനക്ക് അതിനുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഓക്കെ, ഓരോ വിദ്യാർത്ഥിക്കും അയാളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏറ്റവും നല്ല കോച്ചിങ് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് നല്ല മാർക്കോടെ വരുന്ന വിദ്യാർത്ഥി ബ്രില്യൻ്റ് വന്നാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. കാരണം ഞങ്ങൾ എപ്പോഴും കൊടുക്കുന്ന ഓഫർ ഇതാണ്. ഈ വർഷം നമ്മൾ സ്വപ്നം കാണുന്ന, നമുക്കിപ്പോൾ സ്വപ്നം കാണുമല്ലോ, പ്ലസ് ടു കഴിയുമ്പോൾ സ്വപ്നമുണ്ട്, ആ സ്വപ്നം കാണുന്ന സ്ഥാപനത്തിൽ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കുക എന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ഈ വർഷം ചിലപ്പോൾ നമുക്ക് കിട്ടുമല്ല, ചിലപ്പോൾ ചിലർക്ക് ഈ വർഷം തന്നെ നമ്മൾ ആഗ്രഹിച്ച IIT ബോംബെയിൽ കമ്പ്യൂട്ടർ സയൻസ് ആഗ്രഹമുണ്ട്, ചിലപ്പോൾ പ്ലസ് ടു കൂടി എഴുതിയപ്പം സ്വല്പം കുറഞ്ഞു പോയി. അപ്പം ആഗ്രഹം വരുവാണ്, അത് അടുത്ത കൊല്ലം നിവർത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഇവിടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതല്ല, സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ റിസൾട്ട് കാണുമ്പം ഇതിനേക്കാളും മികച്ച റിസൾട്ടിലേക്ക് സ്വയം എത്തിപ്പെടണം എന്നൊരാഗ്രഹം വരുന്നത് സ്വാഭാവികമാണ്. സർ, ഒരു ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് ജെയ്മെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകളായിക്കോട്ടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നൽകുന്നത്, അതോടൊപ്പം തന്നെ ഏതൊക്കെ സെൻറ്ററുകളിൽ ഏതൊക്കെ കോച്ചിങ്ങിനുള്ള അവസരങ്ങളുണ്ട്? നമ്മൾ കോഴ്സുകളെ കുറിച്ച് പറയാം, ഏതൊക്കെ കോഴ്സുകൾക്ക് നമ്മുടെ കോച്ചിങ് ഉണ്ടെന്ന് പറയാം. അതായത് അടുത്ത വർഷം 2025 നമുക്ക് എഴുതാൻ പറ്റുന്ന എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകൾക്കും നമ്മുടെ കോച്ചിങ് ഉണ്ട്. ഓക്കെ, അതാണ് കോഴ്സ് ഹൈലൈറ്റ് പറയാം. എല്ലാ കോഴ്സുകൾക്കും IIT എക്സാം പറയേണ്ട കാര്യമില്ല, എല്ലാ പരീക്ഷകൾക്കുള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എക്സാമ്പിളുണ്ട്, അതിൻ്റെ ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട മെയിനായിട്ട് നമ്മൾ പറയുമ്പോൾ മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ഇനി ക്ലാസ് സെൻറ്ററുകളാണ്. സെൻറ്ററുകൾ ഇപ്പോൾ JEE സംബന്ധിച്ച് നമുക്ക് 8 സെൻറ്ററുകളിൽ നമുക്ക് ഇപ്പം സെൻറ്റർ ഇനി കൂടും നമുക്കറിയത്തില്ല, കാരണം ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ എണ്ണം കൂട്ടി. സോ അത് അപ്പോൾ നമ്മൾ അത് മുമ്പിൽ കണ്ടു, കഴിഞ്ഞ ഒരു ഭാഗ്യം പോലെ നമുക്കിപ്പം സെൻറ്ററുകൾ എണ്ണം കൂടി, അതനുസരിച്ച് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആഗ്രഹിച്ച് വരുന്ന കുട്ടികളെ നമ്മൾ നിരാശരാക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും നമ്മളിവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പാല, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ നമ്മുടെ കോട്ടക്കൽ, കണ്ണൂർ, ഇത്രയും സെൻറ്ററുകളിലാണ് JEE പ്രോഗ്രാമുകളുള്ള സെൻറ്ററുകൾ, JEE സെൻറ്ററുകളുള്ളത്. ഇവിടെയുള്ള JEE ക്യാമ്പസ് ഉണ്ട്. ഇനി അഡ്വാൻസ്ഡ്, നമ്മൾ അഡ്വാൻസ്ഡ് ആണല്ലോ, കഴിഞ്ഞ പോലെ 2 സെൻറ്റർ എല്ലാവർക്കും അഡ്വാൻസ് IIT പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ എഞ്ചിനീയറിങ്ങിന് പോകുന്ന ഏറെ സ്വപ്നം, എനിക്ക് IIT പഠിക്കണം. അപ്പോൾ IIT പഠിക്കാൻ നമുക്ക് അഡ്വാൻസ് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പാലായിൽ എറണാകുളത്ത് മാത്രമേ സെൻറ്ററുള്ളായിരുന്നുള്ളൂ, 2 സെൻറ്ററുകൾ മാത്രമാണ്. ഇപ്പം നമ്മൾ സെൻറ്റർ 5 ആക്കി. പാലായി എറണാകുളം കൂടാതെ തൃശ്ശൂരും ട്രിവാൻഡ്രത്തും കോഴിക്കോട് കൂടെ അഡ്വാൻസ്ഡ് സെൻറ്റർ നമ്മൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഒരു പരിധിയിലധികം കൂടുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഈ 5 സെൻറ്ററുകളിലും അഡ്വാൻസ്ഡ് കോച്ചിങ് ഉണ്ട്. ക്യാമ്പസുകളിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പം ക്യാമ്പസുകളെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ക്ലാസ് റൂമുകൾ, AC ക്ലാസ് റൂമുകളുണ്ട്, AC വേണ്ടാത്ത non-AC ക്ലാസ് റൂമുകളുണ്ട്, ലൈബ്രറികൾ, ഹോസ്റ്റലുകളിൽ ലൈബ്രറി ഉണ്ട്, ക്യാമ്പസിലും ലക്ഷക്കണക്കിന് ബുക്കുകളുടെ നല്ല നിലവാരത്തിലുള്ള അഡ്വാൻസിനും മീൻസിനൊക്കെ പറ്റുന്ന എല്ലാ എഞ്ചിനീയറിംഗ് എക്സാമിനും പറ്റിയ അനവധി പുസ്തകങ്ങൾ, ബുക്സുകൾ അവർക്ക് അവൈലബിൾ ആണ്. ഈ റിസൾട്ടിന് ഏറ്റവും ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെയാണ്. നല്ല കുട്ടികൾ വരുന്നു, കുട്ടികളുണ്ടല്ലോ, എല്ലാം വരുന്ന നല്ല മാർക്കുള്ള കുട്ടികൾ തന്നെയാണ് വരുന്നത്. തീർച്ചയായും ഞങ്ങൾ തന്നെ പറയും, നല്ല മാർക്കുള്ള കുട്ടികൾ തന്നെയാണ് പഠിക്കാൻ. ഇപ്പോൾ 90 ആയിക്കോട്ടെ, എല്ലാം നല്ല മാർക്കുകളാണ്, എല്ലാം നല്ല മാർക്ക്, നമ്മളെല്ലാം നല്ല മാർക്കായിട്ട് കാണുന്നത്. അതായത് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയുടെ മാർക്ക് നല്ല മാർക്കാണ്. അങ്ങനെയുള്ളവരെ ശ്രമിക്കുകയുള്ളൂ, ഉറപ്പാണ്. ആഗ്രഹമുള്ളത് ആണ് നല്ല മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നല്ല കുട്ടികളാണ് ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഫാക്കൽറ്റി, നമ്പർ 1 കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്പർ 1 ഫാക്കൽറ്റികളായിരിക്കണം, ഉറപ്പായിട്ട്. അതായത് യാതൊരു വിട്ടുവീഴ്ചയില്ല. നമ്പർ 1 ഫാക്കൽറ്റികളായിരിക്കും നമുക്കുള്ളത്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്പർ 1 അത് മലയാളീസും ഉണ്ട്, നോൺ മലയാളീസും ഉണ്ട്. അത് കുട്ടികൾക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണ് കൃത്യമായിട്ട്. അപ്പോൾ ചോദ്യം ചോദിക്കുക, എല്ലായിടത്തും ഒരേ ക്ലാസ് ആണോ? അതിന് ഉത്തരവൊന്നുമില്ല. പാലാ ബ്രില്യൻ്റ് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ മുത്തോലിയിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും കോഴിക്കോടായാലും കണ്ണൂരായാലും കിട്ടിയിരിക്കും. അപ്പോൾ പാലായിലേക്ക് തന്നെ വരേണ്ട കാര്യമില്ല, ഏത് ക്യാമ്പസിൽ വന്നാലും ഓക്കെയാണ്. ക്യാമ്പസ്
അതെല്ലാം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല കോഴിക്കോട് ക്യാമ്പസിൽ നിന്നേ ഉള്ളൂ. ഓക്കെ. കോമൺ നെയിം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല അവിടെയാണ്. അപ്പോൾ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മൾ ബ്രില്യൻറ്റിൽ പാലയിൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും കോഴിക്കോടും തൃശ്ശൂരും കണ്ണൂരും എല്ലായിടത്തും കിട്ടണ്ടേ. അതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്ററുകൾ, നമ്മുടെ ഫെസിലിറ്റീസ് പറഞ്ഞു, ക്ലാസ് റൂമുകളുടെ കാര്യം പറഞ്ഞു, പിന്നെ ഹോസ്റ്റലുകൾ, അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും താമസ സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ബ്രില്യൻറ്റിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും താമസ സൗകര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കോഴ്സുകളിലും എല്ലാ സംവിധാനവും ഒന്ന് തന്നെയാണ്. ഫെസിലിറ്റീസ് എല്ലാം 2 ബെഡ് റൂമുകളുണ്ട്, 3 ബെഡ് റൂമുകളുണ്ട്, AC റൂമുകളുണ്ട്, നോൺ AC റൂമുകളുണ്ട്. കോഴ്സുകളിൽ വൈഫൈ സംവിധാനമുണ്ട്. പിള്ളേർക്ക് കുട്ടികൾക്ക് പഠിക്കണമല്ലോ, ടാബ് കൊടുക്കുന്നുണ്ട്. ആ ടാബ് നോക്കി അവർക്ക് എക്സാമുകൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻ കയറി വന്നു. അപ്പോൾ എന്താണ് അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. ഈ നമ്പർ 1 ഫാക്കൽറ്റീസ് എല്ലാം കൂടെ കഴിഞ്ഞ 2 മാസമായിട്ട് ഇരുന്ന് സ്കൂട്ടറിങ് നടത്തി തയ്യാറാക്കിയിട്ടുള്ള നമ്പർ 1 അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ, അതിൻ്റെ ലെക്ചർ നോട്ടുകൾ, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, ഡെയിലി എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, വർക്ക് ബുക്ക്. സർ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിൽ വന്ന് ബ്രില്യൻറ്റ് പറയുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി, സക്സസ് ഓക്കെയാണ്. അതാണ് ഈ കാര്യങ്ങൾ സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സർ ഈ ഒരു കോച്ചിങ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഓൺലൈനായിട്ട് ചൂസ് ചെയ്യണോ ഓഫ്ലൈനായിട്ട് ചൂസ് ചെയ്യണോ എന്നുള്ളതാണ്. സാർ ഒരു പക്ഷേ വർഷങ്ങളായി ഈ ഒരു ഫീൽഡിൽ തന്നെയാണുള്ളത്. ഒത്തിരി അധികം ഓൾ ഇന്ത്യ ടോപ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓൾ ഇന്ത്യ ടോപ്പേഴ്സും ആവറേജ് സ്റ്റുഡൻസും ഏത് കാറ്റഗറി സ്റ്റുഡൻസിനും ഒന്ന് നോക്കി കഴിഞ്ഞാൽ സാറിന് ഏതാണ് ബെറ്റർ എന്ന് തോന്നിയത്? ഓൺലൈനാണോ ഓഫ്ലൈനാണോ? തീർച്ചയായിട്ടും ഓഫ്ലൈൻ തന്നെയാണ്. ഓഫ്ലൈൻ തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മൾ 2021 നമ്മൾ കോവിഡിൻ്റെ സമയമായിരുന്നു, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഓൺലൈൻ പ്രൊമോട്ട് ചെയ്തു. ഇപ്പോൾ ഓൺലൈനിൽ തോമസ് ബിജു മറ്റേ ഓൾ ഇന്ത്യ റാങ്ക് 3 മേടിച്ച സമയത്ത് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പക്ഷേ ബാക്കി എല്ലാം നമുക്ക് നോക്കുമ്പോൾ ഓഫ്ലൈൻ തന്നെയാണ് ഏറ്റവും മികച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാജ്യങ്ങളിലിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥ ആണെങ്കിൽ ഓൺലൈൻ ചൂസ് ചെയ്യുന്നതില്ല. സാർ പിന്നെ ഒരു സംശയം, അതായത് +1 +2 NCERT 2 വർഷം കൊണ്ട് ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ട കണ്ടന്റ് ഈ ഒരു 6 മാസം കൊണ്ട്, ഇപ്പോൾ ജനുവരി ആദ്യത്തെ JEE സെഷൻ 1 വരുന്നുണ്ട്, ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? ഇന്നലെ ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക്. അപ്പോൾ അതിനകത്തൊരു ചോദ്യമായിരുന്നു, എങ്ങനെ ഈ 2 വർഷത്തെ 100 ചാപ്റ്റർ ഉണ്ടല്ലോ എല്ലാം കൂടെ എങ്ങനെ ഈ 6 മാസം കൊണ്ട് പഠിച്ചെടുക്കാന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വ്യക്തമായ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ടൈം ക്ലാസ്സാണ്. അപ്പോൾ അതിന് മുമ്പ് പറയുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫുൾ ടൈം പ്രോഗ്രാമാണ്. JEE അഡ്വാൻസ്ഡ് ഫുൾ ടൈം റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. ഞാൻ ഓഫ്ലൈനെ കുറിച്ച് പറയുന്നത്. ഓൺലൈൻ ആണെങ്കിൽ റെസിഡൻഷ്യൽ ആണല്ലോ, വീട്ടിൽ തന്നെ പഠിക്കുന്നത്, ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത്. റെസിഡൻഷ്യൽ 1 ഇയർ പ്രോഗ്രാമാണ്. അപ്പോൾ ജൂൺ 12 നമ്മൾ ക്ലാസ് JEE അഡ്വാൻസിൻ്റെ ഓഫ്ലൈനായിട്ട് തുടങ്ങുന്നു. ക്ലാസ് അടുത്ത ജൂൺ വരെ നീണ്ടു പോകുന്ന 1 ഇയർ പ്രോഗ്രാമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത, ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ക്ലാസ് എന്ന് തീർക്കും, അതാണ് ഏറ്റവും ചോദ്യം വരുന്നത്. ഇപ്പം ജനുവരിയിൽ പരീക്ഷയാണെങ്കിൽ നമ്മൾ ജനുവരിയിലുള്ള ടോപ്പിക്ക് തീർക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് പ്ലാൻ ഉണ്ട്, നവംബർ 30 മുമ്പ് ടോപ്പിക്ക് തീർന്നിരിക്കും. 1 മാസം അല്ലെങ്കിൽ 1 മാസത്തിലധികം ഡിസംബറിലും ജനുവരിയിൽ ലാസ്റ്റ് പരീക്ഷ വരും. 50 ദിവസമെങ്കിലും കുട്ടികൾക്ക് റിവിഷൻ കൊടുത്തിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ തീർക്കും? നമുക്ക് ഡെയിലി ക്ലാസ് ഉണ്ട്. 6 മുതൽ 7 മണിക്കൂർ ദിവസം ക്ലാസ് ഉണ്ട്. ക്ലാസ് തന്നെ ഓഫ്ലൈൻ ക്ലാസ്, സെന്ററിൽ വന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ വന്ന് ക്ലാസ് കിട്ടും. അത് ഓൺലൈൻ ഇല്ല. നമ്മുടെ ഈ പ്രോഗ്രാമിന് JEE അഡ്വാൻസ് പ്രോഗ്രാമിന് ഫുൾ ടൈം ക്ലാസ് ആണ്. 6 മുതൽ 7 മണിക്കൂർ വരെ ക്ലാസ് ഉണ്ട്. അത് ഓഫ്ലൈൻ ക്ലാസ് തന്നെയാണ്, സെന്ററിൽ വന്ന് ക്ലാസ് എടുക്കും. ശരിക്കും ഓഫ്ലൈൻ പഠിച്ചിട്ട് മാത്രമേ ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ. ഇപ്പോൾ പറഞ്ഞല്ലോ, ബേസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കണ്ടേ. പിന്നെ അതിന് തീർന്നിട്ടില്ല, പിന്നെ നമ്മൾ വേണമെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. റെഫറൻസിന് പഠിക്കാം. 10 മണി വരെ റെഫറൻസിന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പോസ്റ്റുകളിൽ റെഫറൻസ് ഉണ്ട്. കാരണം അതിൻ്റെ റെഫറൻസ് പ്രത്യേകത എന്താ? സാർമാരുണ്ട്. ഡൗട്ട് ക്ലിയറൻസിന് സാർമാരുണ്ട്. ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റലിൽ, ക്യാമ്പസാണെങ്കിൽ ക്യാമ്പസിൽ സാർമാർ ഡൗട്ട് ചോദിക്കണ്ടേ. കാരണം 7 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞു, അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ച് തീർത്ത് പോയെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും. പിറ്റേ ദിവസം അതിന് ബാക്കി ക്ലാസ്സിലേക്ക് പോകണ്ടേ. ആ ഒരു കണ്ടിന്യൂവേഷൻ ഭാഗമായിട്ട് അപ്പോൾ അതേ പ്ലാൻ തന്നെ. അത് സ്റ്റഡി പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മന്ത്ലി പ്ലാൻ ഉണ്ട്. അതിപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ജൂണിൽ ക്ലാസ് തുടങ്ങിയാൽ ജൂൺ മാസത്തിൽ ഏതൊക്കെ പോർഷൻ തീർന്നിരിക്കണം. കാരണം തീർന്നു മാത്രമല്ല, കാര്യം വേറെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സെൻറ്ററിലുണ്ടല്ലോ, അപ്പോൾ നമ്മൾ യൂണിറ്റ് ഒരു മാസം തീർക്കേണ്ട യൂണിറ്റ് തിരിക്കാം, പല യൂണിറ്റ് തിരിക്കുകയാണ്. അപ്പോൾ ഒരു യൂണിറ്റിനകത്ത് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്തമാറ്റിക്സിലെയും കുറേ ചാപ്റ്റേഴ്സ് ചേർത്താണ് യൂണിറ്റ്. അതിപ്പം പാലായിലും സെൻറ്റർ ഉണ്ടല്ലോ, എല്ലായിടത്തും ഒരേ ചാപ്റ്റർ ചിലപ്പോൾ ഒരേ ഓർഡറിൽ പോയെന്ന് വരത്തില്ല. പക്ഷേ ഈ ഒരു മാസം കഴിയുമ്പം യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താ? യൂണിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു മിനി മോഡൽ, എല്ലാ മാസവും മിനി മോഡലുണ്ട്. ആ മോഡൽ എക്സാം നമ്മുടെ എല്ലാ സെൻറ്ററിലെയും കുട്ടികളുടെ കോമ്പറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു
എക്സ്പീരിയൻസ് അല്ലേ. സാർ ഇവിടെ ഏറ്റവും അതായത് ഓൾ ഇന്ത്യ ടോപ്പേഴ്സായ വിദ്യാർത്ഥികളെല്ലാം തന്നെ എടുത്തു പറയുന്നത് ബ്രില്യൻ പാലയുടെ ക്ലാസ്സസിനൊപ്പം പ്രാധാന്യമുള്ളതാണ് എക്സാംസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഏറ്റവും ടോപ്പേഴ്സ് പറയുന്നത് അവർക്ക് ക്ലാസ്സുകളേക്കാൾ കൂടുതൽ ഇഷ്ടം എക്സാംസ് ആണെന്ന് പറയുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. സർ ശരിക്കും എന്താണ് ബ്രില്യൻ പാലയുടെ ഈ എക്സാമുകളുടെ ഇത്രമാത്രം ഹൈലൈറ്റ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കാരണം? ക്വാളിറ്റി ഓഫ് എക്സാം തന്നെയാണ്. ഓക്കെ, ഏറ്റവും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവർ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസിനും ഒരു മോശം വരത്തില്ല, ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിരിക്കുള്ളൂ. അത് തന്നെയാണ്. അതുപോലത്തെ ഡെപ്തിലും ക്ലാരിറ്റിയിലും ഉള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് കൊടുക്കുന്നു. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ് എക്സാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ തന്നെയാണ്. ഏറ്റവും നല്ല കുട്ടികൾ വരുമെന്ന് പറയുന്നത് ആ ഏറ്റവും ഇപ്പം കേരളത്തിനെ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളോട് മത്സരിക്കുമ്പോഴാണ് ഏറ്റവും ടോപ്പേഴ്സായിട്ട് മാറും. അവിടെയാണ് പിടിക്കേണ്ടത്. കാരണം എപ്പോഴും കുട്ടികൾ പറയും ഞങ്ങൾക്ക് വേണ്ടത് ഏറ്റവും നല്ല കുട്ടികളോടെ കോമ്പറ്റ് ചെയ്യേണ്ടത്. അവർ തമ്മിലുള്ള ഒരു ആരോഗ്യകരമായ മത്സരമാണ്. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ അതാണ് റിസൾട്ട് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. +1 നല്ല മാർക്കുള്ള അല്ലെങ്കിൽ ജെയ്ക്ക് നല്ല സ്കോറുള്ള കുട്ടികൾ ഒരുമിച്ച് ഒരു കോമ്പറ്റ് ചെയ്യും. അവരുടെ ഹെൽത്തി കോമ്പറ്റീഷനാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സർ റിസൾട്ട് അനാലിസിസിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. കാരണം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മെമ്മറബിളായി ഓർത്തിരിക്കുന്നത്, ഒരു പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോഴും വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുന്നത് അന്ന് കിട്ടിയ ചെറിയ ഗിഫ്റ്റുകളായിരിക്കാം. അതിങ്ങനെ വിലയിരുത്തും. അതാണ് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ എക്സാം പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ല, ഈ ടോപ്പിക്ക് തീരുന്ന കാര്യം പറഞ്ഞു. മോഡൽ എക്സാം എന്ന് പറഞ്ഞു, വീക്കിലി എക്സാം വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ പറഞ്ഞ ആ ഒരു വീക്കിലി പ്ലാൻ ഉണ്ട്. ആ വീക്കിൽ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ തീർത്തിട്ട് ഇപ്പോൾ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കാം, പല രീതിയിൽ ചില ഡിഫറൻസ് കാണാം. പക്ഷേ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ സ്റ്റഡി ലീവ് കൊടുത്തിട്ട് എക്സാം നടത്തും. ആ എക്സാമിൻ്റെ റിസൾട്ട് അന്ന് തന്നെയാണ്. അന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ റിസൾട്ട് പരീക്ഷ കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ റിസൾട്ടായി ഡയറക്ടർ ക്ലാസ്സിലൂടെ കൊണ്ട് സമ്മാനം കൊടുക്കുകയാണ്. പ്രൈസ് അതൊക്കെയാണ് കുട്ടികൾക്ക് ഏറ്റവും ക്യാഷ് പ്രൈസ് ആയിരിക്കും. ക്യാഷ് പ്രൈസ് കിട്ടും. അന്നേരം തന്നെ അവർ ക്യാൻറ്റീനിലേക്ക് ഓടുകയാണ് ചെലവ് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് പറഞ്ഞ എക്സാമിൻ്റെ കാര്യം പറഞ്ഞു. എക്സാം ഓൺലൈൻ എക്സാം ആണ്. കാരണം എഞ്ചിനീയറിംഗിന്റെ എല്ലാ പരീക്ഷകളും ഓൺലൈൻ പരീക്ഷകളാണ്. ഓൺലൈനാണ്. അപ്പം ഒരു പരീക്ഷയില്ല ഓഫ്ലൈൻ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ പ്രാക്ടീസ് കൊടുക്കണ്ടേ? ഓൺലൈൻ പരീക്ഷകളാണ്. ഓൺലൈൻ സെന്റർ എല്ലായിടത്തും ഉണ്ട്. പാലായിൽ തന്നെ 12,000-13,000 പേർക്ക് ഇന്ന് ഒറ്റയടി പരീക്ഷ എഴുതാവുന്ന ഓൺലൈൻ സെന്റർ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ എല്ലാ സെന്ററുകളിലും കുട്ടികൾക്ക് ഓൺലൈൻ അവിടെ പഠിക്കുന്ന എണ്ണത്തിനുള്ള ആ സെന്ററിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഇരുന്ന് എക്സാം എഴുതാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളും ഉണ്ട്, ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റലിലേക്ക് നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലേക്കും ഓൺലൈൻ സെന്ററിലേക്ക് എക്സാമിന് കൊണ്ടുപോകുന്ന ഒക്കെ നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ബസ്സുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അത് എല്ലാ സെന്ററിലും ഉണ്ട് ബസ് സംവിധാനം എന്ന് പറയുന്നത്. ഇവിടെ കോഴിക്കോടായാലും എല്ലായിടത്തും ബസ് സംവിധാനം ഉണ്ട്. ഹോസ്റ്റലിൽ കുട്ടികളെ കൊണ്ടുവരുന്നത് നമുക്ക്, അതായത് വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള ആഗ്രഹത്തോടെ ബ്രില്യൻറ്റിലേക്ക് ഒന്ന് വന്നാൽ മതി. ബാക്കി എല്ലാ ഫെസിലിറ്റീസും ബ്രില്യൻറ്റിലുണ്ട്. ബ്രില്യൻറ്റ് പറയുന്ന രീതി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ബാക്കിയെല്ലാം ഗ്യാരണ്ടീഡ് ആണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. ഇതിൻ്റെ പുറകെ നമ്മൾക്ക് നമ്മുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് കാര്യമാണല്ലോ നമ്മുടെ ഇ ലേണിംഗ് ആപ്പ്. ഇ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അൺലിമിറ്റഡ് കടൽ പോലെ കിടക്കുകയാണ്. പിള്ളേർ പറയുന്നത് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പലപ്പോഴും ഒരു കോമ്പറ്റീഷൻ ആയിട്ട് അവിടെ വിദ്യാർത്ഥികൾ കണക്കാക്കുന്നതാണ്. ഡൗട്ടുകൾ ചോദിക്കുന്നു, പ്രൊഫസേഴ്സ് അത് ആൻസർ പറയുന്നു, വീണ്ടും ഒരു കോമ്പറ്റീഷൻ. കുട്ടികൾ പരീക്ഷ എഴുതി മത്സരിക്കുന്നു, അത് കൂടെ തന്നെ സാറുമാരായിട്ട് മത്സരിക്കുകയാണ്. ഡൗട്ട് ഇടുന്നു, അത് അന്നേരം സാറുമാർ സോൾവ് ചെയ്യുന്നു. അത് ഏറ്റവും ഹൈലൈറ്റ്. കാരണം കുട്ടികൾക്ക് ഡൗട്ടൊന്നും ഇല്ല. നമ്മുടെ കുട്ടികൾക്ക് പിന്നെ ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. അത്രമാത്രം ക്ലിയർ ആയിട്ട് നമ്മുടെ ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. സാർ ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. അതായത് നമ്മൾ +2 കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾ അവർ ബോർഡ് എക്സാമിൽ നല്ല മാർക്കുകൾ നേടിയിട്ടുണ്ട്. പല എൻട്രൻസ് എക്സാമുകളിലും നല്ല മാർക്കുകളും റാങ്കുകളൊക്കെ നേടുന്ന വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. അവർക്ക് ഏതൊക്കെ സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ് ആണ് നമുക്കുള്ളത്? അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുക. നമുക്ക് വരുന്ന വിദ്യാർത്ഥികളെല്ലാം സാമ്പത്തികമായിട്ട് പല സ്റ്റേജുകളിലായിരിക്കും. പലരും സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ഒരു പക്ഷേ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്ത ഒത്തിരി വിദ്യാർത്ഥികൾ ഇവിടെ കാണാം. അവർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് അല്ലെ ഫിനാൻഷ്യൽ എയ്ഡ് പോലുള്ള ഫെസിലിറ്റീസ് എത്രമാത്രം എഫക്റ്റീവാണ്? അപ്പോൾ അതാണ് ഏറ്റവും, ഇപ്പോൾ നമ്മൾ പറയും കോച്ചിങ്ങിനായി ബന്ധപ്പെട്ട ഏറ്റവും അവർക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് സ്കോളർഷിപ്പ് ഒന്ന് കാണാം, നമ്മുടെ പ്രൊഫഷണലിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ സ്കോളർഷിപ്പ് കണ്ടാൽ നമുക്ക് +2 ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ 100% സ്കോളർഷിപ്പാണ്. അപ്പം ഒത്തിരി കുട്ടികളുണ്ടല്ലോ, 1200, 1600, 600 കുട്ടികളുണ്ട്. അവർക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പം JEE റാങ്ക് പെർസെൻറ്റേജ് സ്കോർ വെച്ച് നമ്മൾ നല്ല അതായത് എല്ലാം നമ്മുടെ മെറിറ്റ് അനുസരിച്ചാണ്. നമുക്ക് എല്ലാ മിനിമം ഒരു സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ മാർക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കണമല്ലോ. ഇപ്പം 100% കിട്ടുന്ന ആൾക്കും 99% കിട്ടുന്ന ആൾക്കും ഒരേപോലെ അല്ല കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് ഈ വർഷത്തെ JEE പരീക്ഷയിൽ ഒരു 99% മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുമാനിക്കണം. ഇപ്പോൾ അഡ്മിഷൻ കിട്ടുന്ന ആളാണ്, അവൻ IITക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവന് ഒരു ഫീസ് ഇവിടെ മേടിക്കുന്ന പരിപാടിയില്ല. ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് ഫീസും ഇല്ല, മെറ്റീരിയൽ ഫീസും ഇല്ല, ഹോസ്റ്റൽ ഫീസും ഇല്ല, എല്ലാം ഫ്രീ ആണ്. ചുമ്മാ വന്ന് പരീക്ഷ IIT മേടിച്ചുകൊണ്ട് പോവുക.
അതുകൂടാതെ ഇപ്പോൾ സ്കോളർഷിപ്പ് ചിലപ്പം അത് കാര്യം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ നേരത്തെ പഠിച്ച കുട്ടികൾക്ക് സ്കോളർഷിപ്പ് 50% സ്കോളർഷിപ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നു. അതുകൂടാതെ ഇപ്പം ചിലപ്പോൾ ഇച്ചിരി ഇപ്പോൾ 10% സ്കോളർഷിപ്പ് കിട്ടിയുള്ളൂ, അല്പം മാർക്ക് കുറഞ്ഞു പോയി, അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി വീക്കറായി സാർ പറഞ്ഞല്ലോ, അങ്ങനെയുള്ളവർക്ക് സ്റ്റുഡൻറ്റ് മൈത്രി പ്രോഗ്രാം ഉണ്ട്. പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഫീസ് ആനുകൂല്യം കൊടുക്കുക. കഴിഞ്ഞ വർഷം 10,000 കുട്ടികൾ ഇതിൻ്റെ 3,500 വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ഭാഗികമായോ പൂർണ്ണമായോ ഫ്രീ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞ അർത്ഥമില്ല, പണമില്ലാത്തതിൻ്റെ പേരിൽ കോച്ചിങ് നിഷേധിക്കപ്പെടുന്നില്ല. നമ്മുടെ അറിവില്ല, നമ്മുടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോവില്ല, അവിടെ പോയി ആ കുട്ടിയെ എടുക്കില്ല ഇങ്ങോട്ട്. അങ്ങനെ പഠിച്ച കുട്ടികളൊക്കെ എത്രയോ കുട്ടികളാണ് MBBS-നും എഞ്ചിനീയറിംഗിനും IIT മേടിച്ച് പോയിരിക്കുന്നത് ചിന്തിക്കും. അപ്പോൾ അതുപോലെ പറഞ്ഞപ്പോൾ പറയാം, ഇപ്പം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുക. അപ്പം നീറ്റിന് കോച്ചിങ് ഉണ്ടല്ലോ, അപ്പം നീറ്റിൻ്റെ നമ്മുടെ JEE തുടർച്ചയെന്ന് പറഞ്ഞതാണ്. നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞു, നീറ്റ് പരീക്ഷ ഇപ്പം ഞെട്ടിപ്പോവാണ്. ഓൾ ഇന്ത്യ ലെവലിലാണ് കോമ്പറ്റീഷൻ വന്നിരുന്നത്. 720 നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ സംഭവിക്കുന്ന വിചാരം 700 ഒരു മാർക്കൊക്കെ പ്രതീക്ഷിച്ചു, വന്നപ്പോൾ 4 കുട്ടികളൊക്കെ 720 കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഇപ്പം വന്ന കീ പ്രകാരം 700 മുകളിലാണെങ്കിൽ 140-150 കുട്ടികളാണ്. അപ്പം നീറ്റിനും വരാൻ പോവുകയാണ് ഭയങ്കര റിസൾട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നല്ല കുട്ടികൾ വന്നു, കഴിഞ്ഞ കൊല്ലത്തെ റിസൾട്ട് കണ്ട് നിങ്ങൾ വന്നു, വിശ്വസിച്ചു, അതനുസരിച്ച് നമ്മൾ പറഞ്ഞനുസരിച്ച് അവർ വർക്ക് ചെയ്തു, നിങ്ങൾ വർക്കൗട്ടാക്കി, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി. ഇനി നിങ്ങൾക്ക് അടുത്ത വരാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് തന്നെ വരാൻ ഇതിനേക്കാളും അപ്ഡേറ്റഡ് ആയ ഫെസിലിറ്റീസ് ഞങ്ങളും പ്രൊവൈഡ് ചെയ്യും. തീർച്ചയായിട്ടും അത് ഏറ്റവും നമ്മുടെ കഴിഞ്ഞ വർഷം കൊടുക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഓരോ വർഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഡയറക്ടേഴ്സ് അത്രമാത്രം വിജിലൻ്റാണ്. എന്താണ് ഓരോ മിസ്സായത് ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളും വാച്ച് ചെയ്ത് കോർഡിനേറ്റർമാർക്ക് നിർദ്ദേശം കൊടുത്ത് പോവുകയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അത് പറയാം, ആ ഒരു ബന്ധം പറയാം, ഒരു ചെയിൻ പറഞ്ഞ് ആ ചെയിനൂടെ പറയാം. ഇപ്പോൾ ഡയറക്ടർ നമ്മുടെ സെൻറ്ററിൻ്റെ പ്രത്യേകത ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, സെൻറ്ററുകളെല്ലാം നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ്. അവർ വീതിച്ച് 4 ഡയറക്ടേഴ്സ് ഉണ്ട്, അവർ വീതിച്ചെടുത്തേക്ക് ഓരോ സെൻറ്ററിൽ എടുത്തിരിക്കുക. അപ്പം ഒരു കോഴ്സിനാലും ഡയറക്ടേഴ്സ് ഉണ്ട്, നീറ്റിന് ഡയറക്ടർ, JEE ഡയറക്ടർ, അഡ്വാൻസ്, അങ്ങനെ വീതിച്ചെടുത്തിരിക്കുക. അപ്പം നമ്മൾ മെൻറ്ററിങ് എന്ന് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ ഇത്രയും നല്ല കുട്ടികൾ വരുന്നുണ്ട്, ചില പ്രഷറൊക്കെ വരാം, ഒത്തിരി സ്വാഭാവികമാണ്. ചില പരീക്ഷ കഴിയുമ്പോൾ അല്ലെങ്കിൽ വേറെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണും. അതിനെല്ലാം നമുക്ക് കൗൺസിലിംഗ് കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ ആദ്യപടി എന്ന് പറയുന്നത് മെൻറ്ററിങ്. ഏറ്റവും ഒരു കുട്ടിക്ക് അപ്രോച്ചബിൾ ആയിട്ട് ഒരു മെൻറ്റർ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ബാച്ചിൽ 60 കുട്ടികളുണ്ടെങ്കിൽ ഒരു മെൻറ്ററുണ്ട്. ആ മെൻറ്റർ അങ്ങനെയുള്ള 3-4 ബാച്ച് ചേർത്ത് ഒരു സൂപ്പർ മെൻറ്റർ. കോർഡിനേഷൻ മനസ്സിലായി. ആ സൂപ്പർ മെൻറ്ററിന് മുകളിൽ ഒരു കോർഡിനേറ്റർ, ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ, ആ കോർഡിനേറ്റർക്ക് മുകളിൽ ഡയറക്ടർ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഇങ്ങനെ പോകുന്നിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ നോട്ടം ഡയറക്ടർ ഏറ്റവും മികച്ച ഫെസിലിറ്റീസ് ഏത് വിദ്യാർത്ഥിക്കും ഏത് സമയം കിട്ടിക്കൊണ്ടിരിക്കും. സർ, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല അല്ലെങ്കിൽ ബ്രില്യൻ്റെ ഈ റിസൾട്ട് എന്നൊക്കെ പറയുമ്പം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, വിദ്യാർത്ഥികൾക്കൊപ്പം അല്ലെ അതിനേക്കാൾ ഒരു പടി മുകളിൽ മാതാപിതാക്കൾക്ക് കൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിപ്പിക്കുന്നത്, അവർക്ക് ആവശ്യമായ കരിയർ ഗൈഡൻസ് കൊടുക്കുന്നത്, അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ കംപ്ലയിൻസോ കമൻസോ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണെന്ന് സോൾവ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും പേരൻസാണ് ഏറ്റവും ഇതിനകത്തെ പ്രേരക ശക്തി എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് മാത്രമല്ല, ടീച്ചേഴ്സിനും ഒരു മോട്ടിവേഷൻ പേരൻസ് തന്നെയാണ്. കാരണം രണ്ടുപേരെയും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ടത് പേരൻസ് ആണല്ലോ ശ്രമിക്കുന്നത്. കാരണം അവർക്ക് കുട്ടികൾക്ക് പഠിക്കണം, അതനുസരിച്ച് സാറുമാർ എല്ലാം വേണമല്ലോ. തീർച്ചയായിട്ടും പേരൻസ് തന്നെ, ഒരു പേരൻസ് ടീച്ചർ ബന്ധം ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങൾ മുന്നോട്ട് ഭംഗിയായിട്ട് പോകത്തുള്ളൂ. അപ്പം അത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞു, ഓരോ എക്സാമിൻ്റെ കാര്യം. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് അനാലിസിസ് എന്നൊരു സംഭവമുണ്ട്. പറഞ്ഞല്ലോ, നമ്മൾ എക്സാം കഴിഞ്ഞാൽ അന്ന് കുട്ടികൾക്ക് സമ്മാനം കൊടുത്ത് ഡയറക്ടർ നേരിട്ട്, ഇതേ ഡയറക്ടർ തന്നെയാണ് വൈകുന്നേരം ഓൺലൈൻ ലൈവ് മീറ്റിങ്ങിൽ പേരൻസിനോട് സംബന്ധിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പം നമ്മളിപ്പം ഇത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പം ചിലപ്പം ഒരു ഡയറക്ടറെ വിളിച്ച് കിട്ടിയാൽ ചിലപ്പം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാക്കാം. ഇത് നമുക്ക് നേരിട്ട് ഡയറക്ടറിനോട് സംസാരിക്കാം, എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് നേരിട്ട് ചോദിക്കാം. ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്താൽ മതി. അത് ഒരു മീറ്റിംഗ് എല്ലാ മീറ്റിംഗ് ആണ്. അപ്പോൾ അവർക്ക് സാർമാർ എന്താണ് ചോദിക്കാനുള്ളത്, അപ്പം നേരിട്ട് ഡയറക്ടറോട് ചോദിക്കാം. അതാണ് ഹയർ അതോറിറ്റിയിൽ ഏറ്റവും പെട്ടെന്ന്. ഇപ്പം അങ്ങനെയുള്ള പേരൻസിന് എപ്പോഴും നേരിട്ട് വരണമെന്നും പറ്റത്തില്ല, അപ്പം നേരിട്ട് ചോദിക്കാം. അത് മാത്രമല്ല, ഇത് കൂടാതെ ഈ മീറ്റിംഗ് കൂടാതെ ക്ലാസ് മെന്റേഴ്സ് പേരൻസിന് മീറ്റിംഗ് വെക്കുന്നു. പിന്നെ പേരൻസിന് എപ്പോഴും ക്യാമ്പസിലേക്ക് വരാമല്ലോ. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല.
ഹോസ്റ്റലുകളിലോ ക്യാമ്പസുകളിലോ പേരൻസിന് വന്ന് എപ്പം വേണമെങ്കിലും ഡയറക്ടേഴ്സിനെ നേരിട്ട് കാണാം, നമ്മുടെ ടീച്ചേഴ്സിനെ നേരിട്ട് കാണാം, മെൻറ്റേഴ്സിനെ കാണാം, കുട്ടികളെയും കാണാം. ഇവിടെ നമ്മൾ ഒരു അത്രമാത്രം ഒരു ആത്മബന്ധമാണ് ഉള്ളത്. വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മുടെ പേരൻസും തമ്മിൽ അത്രമാത്രം ഒരു ആത്മബന്ധമാണ് ഉള്ളത്. അതാണ് പറയുകയാണെങ്കിൽ ബ്രില്യൻ്റ് ഫാമിലി. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ബ്രില്യൻ്റ് ഫാമിലി എന്ന് വിളിക്കുന്നത്. ബ്രില്യൻ്റിലെ എല്ലാ അധ്യാപകരും സ്റ്റാഫും കുട്ടികളും അവരുടെ പേരൻസും കൂടെ ചേർന്ന ഒരു വലിയ ഫാമിലി. ബ്രില്യൻ്റ് ഫാമിലി എന്നുള്ളതാണ് നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സർ, വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഒരു ഐഡിയ എന്താണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാല, അതോടൊപ്പം അവിടുത്തെ JEE ജെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകൾ എന്നതിനെക്കുറിച്ച് 100% ട്രാൻസ്പെറൻ്റ് ആയ ഇൻഫർമേഷൻ നൽകാൻ ഈ ഒരു സെക്ഷനിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സർ, എന്താണ് വിദ്യാർത്ഥികളോടും മാതാപിതാക്കൾക്കോടും ഇനി സാറിന് പറയാനുള്ളത്? ഒറ്റ വാക്കുകളെല്ലാം റെഡിയാണ്. പ്രൊഫസേഴ്സ് റെഡിയാണ്, ക്ലാസ് റൂമുകൾ റെഡിയാണ്, ഹോസ്റ്റലുകൾ റെഡിയാണ്. എല്ലാവരും ഞങ്ങളെല്ലാവരും ബ്രില്യൻ്റ് ഫാമിലി ഞങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ്. ഉറച്ച വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ കയറി വാ മക്കളെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.